ലക്ഷ്മി എവിടുന്ന് വരുന്നു? ആലപ്പുഴ മാവേലിക്കരന്ന്. ഇപ്പം നമ്മൾ എവിടെ ഉള്ളത്? ഇപ്പൊ നമ്മള് കസാഖിസ്ഥാൻ അൽമാട്ടിയിലാണ്. എന്താണ് ഇവിടുത്തെ ഇപ്പം ഏത് ഇയർ ആണ് മോള് പഠിക്കുന്നത്? ഞാൻ ഇപ്പോ സെക്കൻഡ് ഇയറിന്റെ എക്സാം ഒക്കെ പാസ്സായി. ഇനിയിപ്പോ തേർഡ് ഇയറിലോട്ട് കയറാൻ പോകുന്നു. എന്നാണ് നാട്ടിൽ പോകുന്നത്? ഇന്ന് ഞാൻ നൈറ്റ് ഫ്ലൈറ്റിൽ പോവാണ്. ഓ വെരി ഗുഡ്. ഇന്ന് നാട്ടിൽ പോവുകയാണ്. അപ്പൊ ഇനി 2 മാസം വെക്കേഷൻ ആണ്, നാട്ടിൽ അടിച്ചു പൊളിക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? നമ്മുടെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് യൂണിവേഴ്സിറ്റിയിലെ എക്സ്പീരിയൻസ്? യൂണിവേഴ്സിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇന്റർനാഷണൽ ഫാക്കൽറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷിലൊക്കെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആണ്. നമുക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. അതേപോലത്തെ ക്ലാസ്സൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഫോറിനാണെന്നൊന്നും ഒരു ഇതും തോന്നുന്നില്ല നമുക്ക്. പിന്നെ ഇവിടെ നിന്നാണെങ്കിലും കസാക്ക്, റഷ്യൻ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നല്ല ഹെൽപ്ഫുള്ളാണ്. ലോക്കൽസായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യാനും ഹെൽപ്ഫുള്ളാണ് അത്. നിങ്ങൾ എയിം പ്ലസിൻ്റെ അണ്ടറിലാണ് വന്നത്. എന്താണ് എയിം പ്ലസിനെ കുറിച്ച് ഒരു പറയാനുള്ളത്? ഈ 2 വർഷം കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് ഇനി 3-ാം വർഷം തേർഡ് ഇയറിലേക്ക് കടക്കുകയാണ് നമ്മൾ. അപ്പോൾ എന്താണ് എയിം പ്ലസിനെ കുറിച്ച് പറയാനുള്ളത്, അവരുടെ സർവീസിനെ കുറിച്ച് പറയാനുള്ളത്? എല്ലാ സ്റ്റുഡൻസിനെ പോലെ എനിക്കും വരുന്നതിന് മുമ്പ് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ഏജൻസി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് എയിം പ്ലസ് റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ എങ്കിൽ പിന്നെ ഇതായിട്ട് മുമ്പോട്ട് പോകാമെന്നുള്ളൊരു ഡിസിഷനിലെത്തി. പിന്നെ അവർ കോൺടാക്ട് ചെയ്തപ്പോൾ അവരാണെങ്കിലും സീനിയർ സ്റ്റുഡൻസുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ പിന്നെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ നമ്മൾ കൂടുതൽ എയിം പ്ലസിനെ പറ്റിയിട്ട് അറിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിന്നെ നമുക്ക് നാട്ടിൽ നിന്നുള്ള വിസ പ്രോസസ്സ് തൊട്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് അവർ ഫാമിലിയായിട്ട് നമ്മുടെ കൂടെയാണ് അഷ്റഫ് അങ്കിൾ. അപ്പം നമുക്ക് ഒരു ഹോംലി ഫീൽ കിട്ടുന്നുണ്ട്. അതായത് നമ്മളെ നാട്ടിൽ നിന്ന് നമ്മുടെ അച്ഛനെയും അമ്മയും അല്ലെങ്കിൽ നമ്മുടെ ബ്രദറിനെയും നമ്മുടെ വീടും എല്ലാം നമ്മൾ മിസ് ചെയ്ത് ഇവിടെ വരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷൻ ഇവിടെ വന്നിട്ട് എന്താ അനുഭവപ്പെട്ടത്? വന്ന കുറച്ച് ദിവസം നമുക്ക് ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എയിം പ്ലസ് നമ്മുടെ കൂടെ ഫാമിലി ആയിട്ട് തന്നെ നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്കിപ്പോൾ പേരൻസ് ചെയ്തു തരുന്ന പോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് ആ ഒരു മിസ്സിങ് തോന്നുന്നില്ല. നിങ്ങളിപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളാണ്. അപ്പോൾ പെൺകുട്ടികൾക്ക് ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഒരു പനിയോ ഒരു ജലദോഷം അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യാനും നിങ്ങൾക്ക് ആളെ കിട്ടുന്നുണ്ടോ? ഇവിടെ നമുക്ക് ആ ഒരു ടെൻഷൻ്റെ കാര്യമില്ല. കാരണം നമുക്കിപ്പോൾ ഒരു അസുഖം വന്നാൽ നമുക്ക് കൂട്ടിരിക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാനും, നമുക്കിപ്പോൾ കഞ്ഞി വേണമെങ്കിൽ അത് തരാനും, ചായ വേണമെങ്കിൽ അത്, നമുക്ക് എന്ത് വേണോ അതെല്ലാം തരാൻ നമുക്കിവിടെ 2 താത്തമാരുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ടെൻഷനൊന്നും വേണ്ട. പേരൻസിൽ നിന്ന് മാറി നിൽക്കുകയാണല്ലോ, അങ്ങനെയൊന്നും ഒരു ഇത് ഇല്ല. അതെ അതെ, വളരെ ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.